27ാമത് സിയറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചത്. നിലവിലെ ഇന്ത്യൻ T20 ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനം ഭദ്രമാക്കിയതിന് പിന്നാലെ സിയറ്റിൻ്റെ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരമാണ് സഞ്ജുവിനെ തേടി വന്നിരിക്കുന്നത്. ഏഷ്യാകപ്പിൽ ടീമിനൊപ്പം കിരീടം ഉയർത്തിയതിന് പിന്നാലെയാണ് സഞ്ജുവിൻ്റെ ഈ സ്വപ്നതുല്യമായ നേട്ടം. ടീമംഗവും നിലവിൽ ലോക 1-ാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ, തകർപ്പൻ ഫോമിലുള്ള തിലക് വർമ്മ എന്നിവരെ മറികടന്നാണ് അദ്ദേഹം T20യിലെ താരമായി മാറിയിരിക്കുന്നത്. മുംബൈയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സഞ്ജു പറഞ്ഞ വാക്കുകളും വൈറലായി മാറി. ടീം ആവശ്യപ്പെട്ടാൽ എന്തിനും താൻ തയ്യാറാണെന്നാണ് സഞ്ജു പറയുന്നത്. നിങ്ങൾ ഇന്ത്യൻ ജേഴ്സി ധരിക്കുമ്പോൾ ഒന്നിനോടും നോ പറയാൻ കഴിയില്ല. ഈ ജേഴ്സി അണിയുന്നതിന് വേണ്ടി ഞാൻ കഠിനാധ്വാനവും നടത്തിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ തുടരാൻ കഴിയുന്നതിൽ ഏറെ അഭിമാനവും എനിക്കുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ രാജ്യത്തിനായി പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് അഭിമാനവുമുണ്ട്. ഇനി ടീം എന്നോട് 9-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഞാനത് ചെയ്യും. കുറച്ച് ഇടങ്കൈ ഓസ്പിൻ എറിയാൻ പറഞ്ഞാലും ഞാൻ അതും സന്തോഷത്തോടെ തന്നെ ചെയ്യാൻ ഒരുക്കമാണ്. രാജ്യത്തിന് വേണ്ടി എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും തനിക്കത് പ്രശ്നമല്ലെന്നും സഞ്ജു സാംസൺ പറഞ്ഞു. അടുത്തിടെയാണ് ഞാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10 വർഷങ്ങൾ പൂർത്തിയാക്കിയത്. പക്ഷേ ഈ 10 വർഷത്തിനിടെ ഞാൻ കളിച്ചത് 40ഓളം മത്സരങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ നമ്പറുകൾ ഞാനത്ര കാര്യമാക്കാറില്ല. നമ്പറുകൾ ഒരിക്കലും മുഴുവൻ കഥയും പറയാറുമില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നിടത്ത് ഞാൻ വളരെ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കടന്നുപോയിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ചും ഏറെ അഭിമാനമുണ്ട്. 19ാം വയസ്സിലാണ് ഞാൻ ദേശീയ ടീമിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്പോഴും ഞാൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലും നിങ്ങൾ തീർച്ചയായും വളരും. സ്വയം നിങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിക്കുകയും ചെയ്യും. പുറത്തു നിന്നുള്ള ബഹളങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം തൻ്റെ അകത്തുനിന്ന് തന്നെയുള്ള ആരവത്തെ ശ്രദ്ധിക്കുന്നത് ശീലമാക്കി മാറ്റുകയും ചെയ്തുവെന്നും സഞ്ജു പറയുന്നു. സഞ്ജു സാംസനെ കൂടാതെ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും ഓപ്പണറുമായ രോഹിത് ശർമ്മ, സ്പിന്നറായ വരുൺ ചക്രവർത്തി എന്നിവരും ഈ പുരസ്കാര പട്ടികയിലുണ്ട്. ഈ വർഷം ഇന്ത്യയെ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളാക്കിയതിന് രോഹിതിന് പ്രത്യേക മെമൻറ്റോയും സമ്മാനിച്ചു. T20യിൽ ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ കരുത്തനായ വരുണാണ് T20 ബൗളർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏകദിനത്തിലെ ബാറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ന്യൂസിലൻഡിൻ്റെ കെയ്ൻ വില്യംസണും ബൗളർ ഓഫ് ദി ഇയർ പുരസ്കാരം അവരുടെ തന്നെ മാറ്റ് ഹെൻറിക്കുമാണ്. ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രൂക്ക് മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീലങ്കയുടെ പ്രഭത് ജയസൂര്യ മികച്ച ടെസ്റ്റ് ബൗളറായി തിരഞ്ഞെടുത്തു. സിയറ്റിൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ടിൻ്റെ താരം ജോ റൂട്ടാണ്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് വെസ്റ്റ് ഇൻഡീസ് മുൻ ഇതിഹാസം ബ്രയാൻ ലാറയും ഇന്ത്യയുടെ സ്പിന്നർ BS ചന്ദ്രശേഖറും അർഹരായി. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ സെഞ്ചുറികൾക്ക് ശേഷമാണ് സ്മൃതി മന്ധാന അന്താരാഷ്ട്ര വനിതാ ബാറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്നത്. ഇൻ്റർനാഷണൽ വനിതാ ബൗളർ ഓഫ് ദി ഇയർ പുരസ്കാരം ദീപ്തി ശർമ്മക്കാണ് ലഭിച്ചത്. മുംബൈയുടെ വാഗ്ദാനമായ യുവ ബാറ്റ്സ്മാൻ ആംഗ്രിഷ് രഘുവംശിക്ക് എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു. 2025 ഇന്ത്യയുടെ ഏകദിന വൈസ് ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർക്ക് സിയറ്റ് ജിയോ സ്റ്റാർ അവാർഡും ലഭിച്ചു.